ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ കാലത്ത് 6 മണിക്ക് തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനിലാണ്. ആദ്യം തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഇന്ന് വെണ്ടിക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. സോ അതിന് ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കാലത്ത് സമയം തികയില്ല എന്ന് എനിക്കറിയാം. സോ അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കുറച്ച് സവാളയും കൂടി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാൽ നമ്മൾ പൊടികളൊക്കെ കഴിഞ്ഞു. സോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇതും കൂടി അടുപ്പിൽ വെക്കാം. ഒരു അടുപ്പ് ഒഴിവുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അത് വെക്കുന്നുണ്ട്, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ ഇതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇത് വെച്ച ശേഷം നമുക്കിനി സാമ്പാറിനുള്ള പരിപാടി നോക്കാം. ഇന്ന് ഇവിടെ പള്ളിയിൽ ഉസ്താദിന് കാലത്ത് ടിഫൻ കൊടുക്കണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ലഞ്ചിനും ആയിക്കോളും, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാമല്ലോ. സോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതോടൊപ്പം നമ്മളിന്ന് വഴുതിരിങ്ങയും വെള്ളരിയും വെണ്ടിക്കയും കൂടി ഇട്ടിട്ടുള്ളൊരു ചെറിയ സാമ്പാറാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വഴുതിരിങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതെല്ലാം കൂടി നന്നായി കട്ടായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാർ വയ്ക്കാനുള്ള പാത്രം എടുത്ത് കഴുകിയിട്ട് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെള്ളരിയും കൂടി സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിപ്പ് മിസ്സായി പോയി. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ഏകദേശം ഒരു തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെണ്ടിക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെണ്ടിക്ക ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ആ വഴുവഴുപ്പ് ഇഷ്ടമല്ല. സോ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് എപ്പോഴും ആഡ് ചെയ്യാറ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പരിപ്പും ആഡ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അരപ്പും കൂടി റെഡിയാക്കാനുണ്ട്. ഒരു സിമ്പിളായിട്ടൊരു വറുത്തരച്ച സാമ്പാറായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. സോ അപ്പോൾ അത് തിളച്ച് വന്ന ശേഷം നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. ഇതാ ഞാനപ്പോൾ തേങ്ങയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സാമ്പാർ പൊടിയും കൂടി ചെന്ന് മൂപ്പാവുന്ന സമയത്ത് ഇത്തിരി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം. നമുക്കിനി അരച്ചത് സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് പുളിയും കൂടി അത്യാവശ്യം പുളിപ്പിന് ആവശ്യത്തിനുള്ളത് അരച്ച് ചേർക്കുന്നുണ്ട്. സാമ്പാർ തിള വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ ചമ്മന്തിക്കുള്ളതും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചമ്മന്തിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം.
ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടും ഒന്ന് താളിച്ചെടുക്കണം. ആദ്യം തന്നെ ഞാനിവിടെ ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് സാമ്പാറും കൂടി ഒന്ന് താളിച്ചെടുക്കാം. നോർമലി കടുകും കറിവേപ്പിലയും മാത്രമേ ഞാൻ ഇവിടെ താളിക്കാറുള്ളൂ. അപ്പോൾ സാമ്പാറിലേക്ക് നമ്മൾ കടുകിട്ട് താളിച്ച ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഗ്യാസ് സിം ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂണ് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് സാമ്പാറിൻ്റെ മണം ഇത്തിരി ഡിഫറെൻ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ചമ്മന്തി റെഡി, സാമ്പാറും റെഡി ആക്കിയിട്ടുണ്ട്. ആ സൈഡ് ചോറും എല്ലാം അത്യാവശ്യം എല്ലാം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ കഴുകില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ വേഗം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 മണിക്ക് ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ 7 മണി ഇല്ലെങ്കിൽ 7:05 ഞാൻ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോഴേ നമുക്ക് കുട്ടീനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. 1 അവർ, എക്സാക്ട്ലി 1 അവർ മതി എനിക്ക് കിച്ചണിൽ ഏകദേശം എല്ലാ പരിപാടിയും കൂടി ഒന്ന് ഓട്ടിയെടുക്കാൻ. അപ്പോൾ പാത്രം കഴുകുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ടിഫിനിലുള്ള മാവും കൂടി ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കലക്കി എടുക്കുന്നുണ്ട്. ഇതും കൂടി വെച്ചാൽ നമ്മുടെ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞു. സോ നമ്മളിനി പോയി കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. വേഗം പോയി കുട്ടിക്ക് ബ്രഷൊക്കെ ചെയ്ത് കുളിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവന് യൂണിഫോം ചേഞ്ച് ചെയ്ത് അവൻ്റെ ബോ ഐഡിയൊക്കെ ഇട്ട് കൊടുത്ത് അവനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. തലയൊക്കെ ഒന്ന് ചീവിക്കൊടുത്ത് അവൻ്റെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. ഒക്കെ നല്ല വൈകിട്ട് പഠിച്ച ശേഷം അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് കുട്ടീനോട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പൊക്കോളും. കുട്ടിയെല്ലാം കൊണ്ട് പുറത്ത് വെച്ച് റെഡി ആയിക്കോളും. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി കുട്ടിയുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതാ ലഞ്ച് ബോക്സ് ആദ്യം തന്നെ നമ്മൾ ചോറാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെച്ച സാമ്പാറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാറിൽ ഞാൻ അവന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കും. അപ്പോൾ ഞാനത് തേടിക്കൊണ്ടിരിക്കുക. ഉരുളക്കിഴങ്ങും വെണ്ടിക്കയും കൂടി ഇത് കഴിക്കും കുട്ടി. അതുകൊണ്ട് അപ്പോൾ അതും കൂടി തേടി അവന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ഫ്രൈ ചെയ്ത വെണ്ടിക്കയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഞാൻ അവന് പപ്പടം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി വേറൊരു ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാണ്. അതോടൊപ്പം ഞാൻ പള്ളിയിലുള്ള ഉസ്താദിനും കൂടി ടിഫിൻ റെഡിയാക്കുകയാണ്. ഒരു ബോക്സിൽ അത്യാവശ്യം കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ സാമ്പാറും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഞാൻ അവിടെ കല്ലിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കട്ടന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിയുടെ ബസ് വരുമ്പോഴേക്ക് നമുക്കിത് ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കണം. കാരണം 8 മണിക്ക് ഉസ്താദിനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏകദേശം ഇതൊക്കെ സെറ്റാക്കി വെച്ചാൽ കുട്ടീനെ പറഞ്ഞയച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതും കൂടി കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് വരാം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഹോട്ട് ബോക്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. കിച്ചണിലെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ബസ് വരാൻ സമയമാവുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു പോയി നിൽക്കും. ഞാൻ ബസ് താഴേക്ക് പോകുന്ന സമയത്ത് തന്നെ കുട്ടീനെ കയറ്റി വിടാറുണ്ട്. ബസ് തിരിച്ച് ഈ വഴിക്ക് തന്നെയാണ് പോവാറ്. പക്ഷേ നമ്മൾ താഴെ പോയി വരുമ്പോൾ എനിക്ക് ബസ്സിൽ തിരക്ക് ഒരുപാടാവും. അവന് സീറ്റ് കിട്ടില്ല. സോ നമ്മൾ ആദ്യം തന്നെ കയറ്റി വിട്ടുവെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് മുമ്പ് കയറ്റി വിടണമെന്ന് മാത്രം. സോ അവനെവിടെ ഇഷ്ടമുണ്ട് അവിടെ കയറി ഇരുന്നോളവൻ. സോ അവൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പോയി ഉസ്താദിനുള്ള ഭക്ഷണവും കൂടി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടീനെ ഉറക്കിയ ശേഷം റൂമൊക്കെ കാലത്ത് ഉറങ്ങി എണിച്ച് പോയി അതേ സീനിലാണ് കിടക്കണം. സോ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇട്ടതുപോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ ഏകദേശം പണി കഴിഞ്ഞു.
ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇന്നലെ തന്നെ, തുടയ്ക്കുന്ന പരിപാടിയൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മാത്രം എടുത്താൽ മാത്രം മതി. അപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ നമ്മുടെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നാൽ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇന്നത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.